ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിൽ ഈ ആഴ്ച വന്ന ടെക്നിക്കൽ റിപ്പോർട്ട്സിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഇത് ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ആ റിപ്പോർട്ട്സ് നമ്മുടേതായ ഒരു ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ ആഴ്ച വന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് വന്നിരിക്കുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പറയുന്നത് സ്ട്രോങ് റിവേഴ്സൽ ഫ്രം ഇറ്റ്സ് സ്ട്രോങ് സപ്പോർട്ട് സോൺ, അതായത് സപ്പോർട്ട് സോണിൽ നല്ല രീതിയിൽ റിവേഴ്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് 2495 മുകളിലാണ് ഒരു അപ്സൈഡ് പറയുന്നത്, ബൈ പറയുന്നത്. അത് 3075 വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 2190 ആണ്. അപ്പോൾ നമുക്കിത് ചാർട്ടിൽ നോക്കാം. 2495 മുകളിലാണ് ആ ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, ഡെയിലി ചാർട്ടിലാണ്. അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് 3075 വരെ പോകുന്നതാണ് പറയുന്നത്. അതായത് ഈ ഒരു ലെവല് വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 2190 ആണ്. 2190 ഈ ഒരു ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 1:9 ആണ് റിസ്ക് റിവാർഡ് വരുന്നത്. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 305 പോയിൻ്റ് ആണ്, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 580 പോയിൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ടെക്നിക്കലായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും, അത് വീണ്ടും ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ 2190 താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോക്സ് സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, അതുപോലെ നല്ല മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതാണ്, പിന്നെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നല്ലതാണ്, പിന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസും നല്ലതാണ്, റിസർവ്സ് നല്ലതാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഈ 6 കാരണം കൊണ്ട് ഈ ഒരു സ്റ്റോക്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണെങ്കിൽ, നല്ല വോളിയത്തിലാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഹൈ എങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സ് പറഞ്ഞിരിക്കുന്നത് സുവൻ ലൈഫ് സയൻസസ് ആണ്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ബുള്ളിഷ് ഫ്ലാറ്റ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് നടന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കാം. അപ്പോൾ ഇതും ഡെയിലി ചാർട്ടിലാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈ ലെവൽ അവർ പറഞ്ഞിരിക്കുന്നത് 116 ലെവലിലാണ് ബൈ പറഞ്ഞിരിക്കുന്നത്. ലെവൽ, അതായത് ഇപ്പോൾ ബൈ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഇപ്പോൾ ബൈ ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ ബൈ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 155 ആണ്. അതായത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 95 ആണ്. അതായത് ഈ ഒരു ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1.8 ആണ്. അതായത് 21 പോയിന്റ് ആണ് നമ്മുടെ റിസ്ക് വരുന്നത്, 39 പോയിന്റ് ആണ് ടാർഗറ്റ് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഫണ്ടമെന്റൽസും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് വീക്കായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഫണ്ടമെന്റൽസിൽ ഇത് വീക്കായിട്ടാണ് കാണുന്നത്. അതിന് റീസൺ പറയുന്നത് നെഗറ്റീവ് ROCE ആൻഡ് ROE ആണ്, പിന്നെ നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതുപോലെ ഹൈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, നെഗറ്റീവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പിന്നെ നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ, വൊളൈറ്റിലിറ്റി ഇൻ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ ഒരു സ്റ്റോക്സ് വീക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം ഈ ഒരു സ്റ്റോക്സിലൊക്കെ എൻ്റർ ചെയ്താൽ മതി, കാരണം ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് റിവേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് വന്നിരിക്കുന്നത് എംടാർ ടെക്നോളജീസ് ആണ്. അപ്പോൾ എംടാർ ടെക്നോളജീസ് വീക്ക്ലി ചാർട്ടാണ് പറയുന്നത്. വീക്ക്ലി ചാർട്ടിൽ ഒരു അപ് ട്രെൻഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീക്കിലിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു സ്ലോപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് സ്ലോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നല്ല രീതിയിൽ അപ് ട്രെൻഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബൈ ലെവൽ പറയുന്നത് 2071 മുകളിലാണ് അവർ ബൈ പറയണത്. അതായത് 2071 മുകളിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ബൈ പറയണത്. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഇനി ഇതിൻ്റെ ടാർഗറ്റ് പറയുന്നത് 2785 ആണ്.
ഈ ഒരു ഹൈ ഒക്കെയാണ് ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 1660 അപ്പോൾ 1660 താഴേക്കും സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ബ്രേക്കൗട്ട് നടന്നിട്ടില്ല. അപ്പോൾ ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ 1660 താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1.74 ടൈംസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയുന്നത്. അതിന് കാരണം വെച്ചാൽ സ്റ്റേബിൾ ROC ആൻഡ് ROE ഉണ്ട്, പോസിറ്റീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, ലോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്, പോസിറ്റീവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്, സ്ട്രോങ് റിസർവ്സ് ഉണ്ട്, സ്റ്റഡി ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, മോഡറേറ്റ് പ്യോട്രോസ്കി സ്കോർ ഉണ്ട്, അതുപോലെ ഡൈവേഴ്സ് പ്രൊഡക്റ്റ് ഓഫറിംഗ് ആൻഡ് സബ്സിഡറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 8 കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്റ്റോക്സും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ജസ്റ്റ് ഈ ഒരു ബ്രേക്കൗട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് പറയുന്നത് ആഷി ഇന്ത്യ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കൗട്ട് ബേസ് ചെയ്ത് എൻട്രി ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതും വീക്ക്ലി ചാർട്ട് തന്നെയാണ്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളോട് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ബ്രേക്കൗട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും എൻട്രി വരുന്നത്. അപ്പോൾ എൻട്രി ലെവൽ പറയുന്നത് 638 ലെവലിലാണ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. 618. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എൻട്രി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 928 ടാർഗറ്റ് പറയുന്നത്. ഈ ഒരു ലെവലാണ് ടാർഗറ്റ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 548. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 3.2 ടൈംസ് ആണ്. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 90 പോയിന്റ് ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 290 പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് സ്റ്റേബിൾ ROC ആൻഡ് ROE ഉണ്ട്, പോസിറ്റീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, മോഡറേറ്റ് ഡെപ്റ്റ് ലെവൽസ് ആണ്, പിന്നെ പോസിറ്റീവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്, സ്ട്രോങ് റിസർവ്സ് ഉണ്ട്, സ്റ്റഡി ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, മോഡറേറ്റ് പ്യോട്രോസ്കി സ്കോർ ഉണ്ട്, ഡൈവേഴ്സ് പ്രൊഡക്റ്റ് ഓഫറിംഗ് ആൻഡ് മാർക്കറ്റ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ആഷി ഇന്ത്യ ഗ്ലാസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് അടുത്ത സ്റ്റോക്സ് വന്നിരിക്കുന്നത് യൂണിക് കെമിക്കൽ ലാബറട്ടറീസ് ആണ്. അപ്പോൾ യൂണിക് കെമിക്കൽ ലാബറട്ടറീസും പറയുന്നത് സ്ട്രോങ് റിവേഴ്സിലാണ് സപ്പോർട്ട് ലെവലിൽ നിന്ന്. അതുപോലെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവർ പറയുന്ന ലെവൽ എന്ന് പറയുന്നത് ഡെയിലി ചാർട്ടിലാണ്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ല രീതിയിൽ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടുന്ന് നല്ല രീതിയിൽ റിവേഴ്സ് വരുന്ന പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈ ലെവൽ എന്ന് പറയുന്നത് 560 മുകളിലാണ് ബൈ ലെവൽ പറയുന്നത്. അപ്പോൾ ഓൾറെഡി ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്റ്റീവായിട്ടുണ്ട്. ഇനിയും ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കയറി പോകുന്നതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 488 ആണ്. ഓക്കെ, ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഈ ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 753 ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റ് എന്നായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 2.6 ടൈംസ് ആണ്. അതായത് 72 പോയിന്റ് ആണ് നമ്മുടെ റിസ്ക് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് 193 പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്നിക്കൽ ലെവൽസ്. ഇനി നമുക്കിത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഫണ്ടമെന്റലി വീക്ക് ആണെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് ROC ആൻഡ് ROE ആണ്, ലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതുപോലെ നെഗറ്റീവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, മോഡറേറ്റ് ഡെപ്റ്റ് ലെവൽസ്, ലോ പ്യോട്രോസ്കി സ്കോർ, അതുപോലെ ഡിക്ലൈനിങ് പ്രോഫിറ്റ് ഗ്രോത്ത്, നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇത്തരം കാരണം കൊണ്ട് ഈ ഒരു സ്റ്റോക്സും ഫണ്ടമെന്റലി വീക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രി നമുക്ക് റിസ്ക് ആണ്. കാരണം ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് അല്ല, ചിലപ്പോൾ റിവേഴ്സ് ചെയ്ത് സ്റ്റോപ്പ് പ്ലസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ 5 സ്റ്റോക്സുകളാണ് നമുക്ക് സ്റ്റോക്ക് എഡ്ജിൻ്റെ ഈ ആഴ്ച ടെക്നിക്കൽ റിപ്പോർട്ട്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫണ്ടമെന്റലും അതുപോലെ ടെക്നിക്കൽ അനാലിസിസും ജസ്റ്റ് ഒന്ന് സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.